ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ടത്തിലെ അഞ്ചാമത്തെ ബന്ദിമോചനം പൂർത്തിയായി. എലി ഷരാബി, ഓർലെവി, ഒഹാദ് ബെൻ ആർമി എന്നീ 3 ബന്ദികളെയാണ് റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രായേലിന് കൈമാറിയത്. പകരം 18 ജീവപര്യന്തം തടവുകാരുൾപ്പെടെ 183 പലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിച്ചു. 2023 ഒക്ടോബർ 7 നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നും തെക്കൻ ഇസ്രായേൽ നഗരമായ കിബട്സ് ബേരിയിൽ നിന്നും ബന്ദിയാക്കപ്പെട്ട 3 പൗരന്മാരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. 52-കാരനായ എലി ഷരാബി, 34-കാരനായ ഓർലെവി, 56-കാരനായ ഒഹാദ് ബെൻ ആമി എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ടത്. മൂവരുടെയും ആരോഗ്യസ്ഥിതിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞെട്ടൽ രേഖപ്പെടുത്തി. ഇവരുടെ കുടുംബങ്ങളും വിഷമവും അതൃപ്തിയും പങ്കുവച്ചു. 50 വയസ്സിന് താഴെയുള്ള ബന്ദികളെ ഇസ്രായേൽ സൈനികരായാണ് ഹമാസ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ 34-കാരനായ ഓർലെവി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതേസമയം മറ്റു 2 പേർക്കും ബന്ദികളുടെ വസ്ത്രങ്ങളാണ് ഹമാസ് ധരിക്കാൻ നൽകിയിരുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്ന വേദിയിൽ സമ്പൂർണ്ണ വിജയം എന്ന് പ്രഖ്യാപിക്കുന്ന ബോർഡും ഹമാസ് സ്ഥാപിച്ചിരുന്നു. ആയുധധാരികളായ ഹമാസ് പ്രവർത്തകർക്ക് ചുറ്റും വെച്ച് സംസാരിക്കാനായി ഒഹാദ് ബെൻ ആമിന് മൈക്രോഫോൺ നൽകി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് താൻ മോചിപ്പിക്കപ്പെടുന്നതെന്നും 2ഉം 3ഉം ഘട്ടങ്ങൾ നടപ്പിലാകണമെന്നാണ് അഭ്യർത്ഥനയെന്നും അദ്ദേഹം പറഞ്ഞു. മോചിപ്പിക്കപ്പെട്ട 3 പേരിൽ 2 പേരുടെ കുടുംബാംഗങ്ങൾ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഷരാബിയുടെ ഭാര്യയും 2 പെൺമക്കളും ലെവിയുടെ ഭാര്യയുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഇരുവർക്കും കുടുംബാംഗങ്ങളുടെ മരണത്തെക്കുറിച്ച് ധാരണയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മടങ്ങിയെത്തുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് പ്രൊഫഷണൽ സഹായം ഉറപ്പുവരുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. 33 ഇസ്രായേൽ ബന്ദികളെ കൈമാറുന്ന ആദ്യഘട്ടത്തിൽ ഇതുവരെ 5 തായ് പൗരന്മാരെയടക്കം 21 പേരാണ് മോചിപ്പിക്കപ്പെട്ടത്. 2000 പലസ്തീൻ തടവുകാരിൽ 766 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു. അതേസമയം ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയായിരുന്നു നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്നതുവരെ താൽക്കാലികമായി ചർച്ചകൾക്കായി സംഘത്തെ അയക്കുന്നത് നീട്ടിവെച്ചതായും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.